ചില കാര്യങ്ങളിലൂടെ തിരിച്ചറിയാം കൊടും ക്രൂരന്മാരെ. സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റുകാരനാക്കുന്നത് എന്നാണ് പൊതുവെ പറയാറ്. ഇത് ശരിയാണ് താനും. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. എങ്കിലും മാനുഷികമായ മൂല്യങ്ങൾ മനുഷ്യരെ ഒരുപോലെ കാണാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരുമുണ്ട്. അവർ അത് ഹരമായി കൊണ്ടു നടക്കുന്നു. നിങ്ങൾക്ക് ഒപ്പമുള്ള ഒരാൾ എത്ര കണ്ട് ക്രൂരതയുള്ളയാളാണ് എന്ന് നോക്കാം. ചില ലക്ഷണങ്ങളിലൂടെയാണ് നമ്മളത് നോക്കുന്നത്. സ്വന്തം കാര്യം നേടാൻ നിങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ട്. അവർ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം അവരുടേതാണെന്ന് ഭാവിക്കും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവരുടെ തനിനിറം അറിയാം. നായ്ക്കളോടും പൂച്ചകളോടുമൊന്നും സ്നേഹം പ്രകടിപ്പിക്കാത്തവരെ കരുതിയിരുന്നോളൂ. അവർക്കുള്ളിൽ വെറുപ്പാണ് കൂടുതൽ. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനാകാത്ത ആളുകളായിരിക്കും ഇവർ. ഒരു കാരണവുമില്ലാതെ നിങ്ങളെ കളിയാക്കുക, ചെറുതാക്കുന്ന രീതിയിൽ ഇടപെടുക എന്നിവ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ശ്രദ്ധിക്കുക. നിങ്ങളെ വിലമതിക്കാത്തവർക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ അർഹതയില്ല. നിങ്ങളോട് ഓരോന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ശീലമാക്കുന്നവർ സുഹൃത്തുക്കളുടെ വലയത്തിലുണ്ടെങ്കിൽ കരുതിയിരിക്കുക. എപ്പോഴും ന്യായങ്ങൾ നിരത്തുകയും വിപരീതം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കണം. തെറ്റാണെന്നറിഞ്ഞാലും ഒരു കാര്യം അവരുടേതായ രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ തരംതാണ ന്യായീകരണങ്ങളിൽ അഭയം തേടുന്നവരുണ്ട്. അവരെല്ലാവരും എല്ലാ കാര്യങ്ങളും വളച്ചൊടിക്കും. അവരെ സുഹൃത്തുക്കളായി കരുതാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം തുറന്നു പറയുമ്പോൾ, പദ്ധതികളെക്കുറിച്ചോ ഭയത്തെക്കുറിച്ചോ പറയുമ്പോൾ അതെല്ലാം വെറും തമാശയാണെന്ന മട്ടിൽ നിങ്ങളെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവരെ സുഹൃത്ത് വലയത്തിൽ നിന്ന് ഒഴിവാക്കുക. എന്ത് തെറ്റിലും കുറ്റബോധമില്ലാത്ത ചിലരുണ്ട്. അവർക്ക് ഒന്നിലും പ്രശ്നമില്ല. എത്ര ഗുരുതരമായ തെറ്റാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അവർക്ക് കരുതലുണ്ടാകില്ല. അങ്ങനെയുള്ളവരെയും സുഹൃത്തായി കരുതാതിരിക്കുന്നതാണ് വളരെ നല്ലത്.